നമസ്കാരം. ഇൻഫർമേഷൻ വീഡിയോയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിൽ 1600 പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. പെൻഷൻ വാങ്ങുന്ന പല ആളുകൾക്കും ഫെബ്രുവരി മാസത്തെ പെൻഷനായ 1600 രൂപ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. ഇന്നോ നാളെയോ അവരുടെ അക്കൗണ്ടുകളിൽ പണം എത്തും. ആർക്കെല്ലാമാണ് പെൻഷൻ ലഭിക്കുക, ആർക്കെല്ലാം ലഭിക്കാതിരിക്കും, അതുപോലെ തന്നെ പെൻഷൻ ബാങ്കിൽ വരുന്ന ആളുകളാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം നോക്കാം. അതിനു മുമ്പായി ഇൻഫർമേഷൻ വീഡിയോയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതരാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതില്ല. ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, പല ആളുകളും പഴയ വീഡിയോസുകൾ കണ്ട് ആ ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലുണ്ടോ, അത് ഞങ്ങൾ അറിഞ്ഞില്ല, അങ്ങനെ പല കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പോൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ഫെബ്രുവരി മാസത്തെ കുടിശ്ശിക പെൻഷനായ 1600 രൂപ ഇന്നോ നാളെ തന്നെ അവരുടെ അക്കൗണ്ടുകളിൽ എത്തും. അതിനുള്ള മുഴുവൻ കാര്യങ്ങളും ഇപ്പോൾ സർക്കാർ തലത്തിൽ പൂർത്തിയായിട്ടുണ്ട്. കഴിഞ്ഞ മാസം പെൻഷൻ ലഭിച്ച എല്ലാ ആളുകൾക്കും ഈ മാസം പെൻഷൻ ലഭിക്കും. എന്നാൽ കഴിഞ്ഞ മാസം പെൻഷൻ ലഭിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ ലഭിക്കാത്തത്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയുന്നില്ല. പെൻഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ നൽകേണ്ട സത്യവാങ്മൂലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ സർക്കാർ തലത്തിൽ നടക്കുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു. അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പെൻഷൻ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ മാസവും പെൻഷൻ ലഭിക്കുകയില്ല. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ തടഞ്ഞു വെച്ചത് കറക്റ്റായി മനസ്സിലാക്കുക. അതിനുശേഷം അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്കും ഈ മാസം പെൻഷൻ ലഭിക്കും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലാണ് പെൻഷൻ വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ മൊബൈൽ നമ്പർ. നമ്മളിപ്പോൾ കൈവശം വെക്കുന്ന മൊബൈൽ നമ്പർ തന്നെയാണ് നമ്മൾ ബാങ്കിൽ കൊടുത്തെന്ന് ഉറപ്പുവരുത്തുക. പല പ്രായമായ ആളുകളും അക്കൗണ്ട് എടുക്കുന്ന സമയത്തൊരു മൊബൈൽ നമ്പർ യൂസ് ചെയ്തിട്ടുണ്ടാകും. അതിനുശേഷം അവർ സിം മാറ്റുകയും മൊബൈൽ നമ്പർ മാറ്റുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവർ ഇപ്പോൾ ബാങ്കിൽ തന്നെ അത് അപ്ഡേറ്റ് ചെയ്യാനുള്ള അപേക്ഷ കൂടി കൊടുക്കണം. നമ്മുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നമ്മുടെ പണമിടപാടുകൾ നടത്താനും നമ്മുടെ പണം എടുക്കാൻ വരെ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിർബന്ധമായും കാര്യങ്ങൾ അറിയാത്ത ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും അവരുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനുള്ള സൗകര്യം കൊടുക്കുക. പല ആളുകളും മൊബൈൽ നമ്പർ പഴയ മൊബൈൽ നമ്പർ യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമ്മൾ ഫോൺ മറ്റൊരാളുടെ കൈവശം കൊടുക്കുകയോ ചെയ്യുന്ന സമയത്തെല്ലാം അതിലേക്ക് വരുന്ന OTP മറ്റു കാര്യങ്ങൾക്കും വെച്ച് നമ്മുടെ ബാങ്കിലുള്ള പണം എടുക്കാനും മറ്റു കാര്യങ്ങൾക്കെല്ലാം സാധിക്കും. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും അങ്ങനെയുള്ള ആളുകൾ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനുള്ള അപേക്ഷ കൂടി ഇതിൻ്റെ കൂടെ കൊടുക്കേണ്ടതാണ്. നിർബന്ധമായിട്ടും അങ്ങനെ ചെയ്യാത്ത പക്ഷം അവരുടെ ബാങ്കിൽ വരുന്ന പണമെല്ലാം മറ്റൊരാൾക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. പെൻഷനുമായി ബന്ധപ്പെട്ട അടുത്ത വീഡിയോസിൽ കൂടുതൽ കാര്യങ്ങൾ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.